بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ തുടങ്ങിവെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് 40 ദിവസം പിന്നിട്ട് 41-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 41-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ച ഈ ഹദീസ് പഠന ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ ദിനചര്യകളിലെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതും അതുപോലെ തന്നെ അവിടുന്ന് ദിനചര്യകളായി സ്വീകരിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുകയുണ്ടായി. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ഹദീസുകളുടെ ശേഖരം ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അതിൽ നിന്നും ഏകദേശം 2000-ൽ താഴെയുള്ള ഹദീസുകൾ മാത്രമാണ് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഹദീസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു രചിച്ച ഈ മഹത്തായിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് ഹദീസുകളുള്ള ഈ ലോകത്ത് വെറും 2000-ഓളം ഹദീസുകൾ മാത്രമാണ് നമ്മൾ ഈ റിയാദുസ് സ്വാലിഹീനിലൂടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് അനേകായിരം ഹദീസുകൾ പഠിക്കാനുള്ള ഒരു തുടക്കമായി മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ. ഇതൊരു തുടക്കമാകണം. ഇതൊരു തുടക്കം. ഈ ഹദീസ് പഠന ക്ലാസ് ഒരു തുടക്കമായിക്കൊണ്ട്, ഒരു പ്രാരംഭമായിക്കൊണ്ട്, ഒരു ചവിട്ടുപടിയായിക്കൊണ്ട് സ്വീകരിച്ച് ഞാനും നിങ്ങളും മറ്റു ഹദീസുകൾ തേടിപ്പിടിക്കുകയോ അതല്ലെങ്കിൽ കിട്ടുന്ന മാർഗങ്ങളിലൊക്കെ ആ ഹദീസുകളെ പരതിക്കൊണ്ട് ആ ഹദീസുകളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ, ഒരു പക്ഷേ മുഴുവൻ ഹദീസുകളും നമുക്ക് ലഭ്യമായില്ലെങ്കിലും ലഭ്യമാകുന്നത്ര ഹദീസുകളൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നുള്ളത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാധ്യതയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനം അത് മുഅ്മിനിന്റെ കളഞ്ഞുപോയ സത്താണ്. അതെവിടെ കണ്ടാലും എടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിജ്ഞാനം
ആ വിജ്ഞാനം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഭൗതികമായിരിക്കുന്ന വിജ്ഞാനം, ശാസ്ത്രീയപരമായിരിക്കുന്ന വിജ്ഞാനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, അതിലൊന്നും നമ്മൾ ആരും തന്നെ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ നമ്മൾ കഴിവുകളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ കഴിവുകളെക്കുറിച്ച് നാം ചിന്തിക്കണം. ഓരോ ഹദീസുകളിലും അതിനെപ്പറ്റി, ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും ഓരോ ഹദീസുകൾ പഠിക്കുമ്പോഴുമൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അറിയുമ്പോഴും നമ്മളതിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളോട് അത് യോജിക്കുന്നുണ്ടോ എന്ന്. അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഖുർആൻ പഠിച്ചിരിക്കണം, ഹദീസുകൾ പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അത്തരമൊരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയുകയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചിയിലുള്ള ചില സുഹൃത്തുക്കൾ ഒരു കണ്ടുപിടുത്തമുണ്ടായി. എന്താണ് കണ്ടുപിടുത്തം? അവരുടെ പുതിയൊരു ടെക്നിക്കൽ ഡിവൈസ് പരീക്ഷണങ്ങളിലൂടെ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അവരത് വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. എന്താണ്? കയ്യിലിടുന്നൊരു മോതിരം. എന്താണ്? തള്ളവിരലിൽ ഒരു മോതിരം ഇട്ടുകൊണ്ട് തൻ്റെ വിരലുകൾ കൊണ്ട് മൊബൈൽ നിയന്ത്രിക്കുന്നു, റിമോട്ട് നിയന്ത്രിക്കുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങളുമായിട്ട് അവർ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണം. നമ്മുടെ വിരലുകളിലെ സന്ധികളുടെ വര, ആ വരയെ അവർ എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8 9 സ്റ്റാർ 0 ആഷ്കി എന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തതിനു ശേഷം അതിനെ തള്ളവിരൽ കൊണ്ട് അതിലെവിടെ നിൽക്കുന്നുവോ ആ നമ്പർ അവർ അതിൻ്റെ പ്രോഗ്രാമിങ്ങിലൂടെ കടന്നു വരികയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൊബൈൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ, അതല്ലെങ്കിൽ ഒരു റിമോട്ട് പ്രവർത്തിക്കുന്ന പോലെ തന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോഴാണ്, അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളുടെ വിരലുകളെ ഞാൻ എങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ആയത്ത്. അപ്പോൾ ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മുടെ വിരലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ക്രമീകരിച്ചത്? നമ്മൾ ആരും അറിയാതെ കിടന്ന ഒരു സംഭവം ഇന്നത്തെ ആധുനിക യുഗത്തിലേക്ക് ഏറ്റവും രീതിയിൽ സൂട്ടബിളാകുന്ന രീതിയിൽ നമ്മുടെ വിരലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയും നമുക്ക് പറഞ്ഞു തന്നത്, നമ്മൾ ഇന്ന് ഓരോ കാലഘട്ടത്തിലേക്കും ഫിറ്റാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിജ്ഞാനം അത് കരസ്ഥമാക്കാൻ ഏത് മാർഗമാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ വിജ്ഞാനം കരസ്ഥമാക്കിയിട്ട് ആ വിജ്ഞാനമനുസരിച്ച് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു ബാധ്യത കൂടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത അത് നമ്മുടെ ജീവിത രീതികളിലൂടെയാണ്, അത് നമ്മുടെ സംസാരങ്ങളിലൂടെയാണ്, നമ്മുടെ നാവിലൂടെയാണ്, നമ്മുടെ ജീവിത രീതികളിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ ആദ്യം ഓതിയ വിശുദ്ധ ഖുർആനിൽ വൽ ഹസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബ്ർ. എന്താ അർത്ഥം? വല്ലസുർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബ്ർ. ആരൊഴികെ? സ്വാലിഹീങ്ങളും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമിക്കുന്നവരുമൊഴികെ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യതയാണ്
മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആരൊഴികെ? വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം സത്യസന്ധമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നവരൊഴികെ. ഉപദേശിക്കുന്നവരാകണം. സ്വാലിഹീങ്ങളായാൽ മാത്രം പോരാ, സത്യം പരസ്പരം ഉപദേശിക്കുന്നവരാകണം. സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാകണം. ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരാകണം, ക്ഷമിക്കുന്നവരാകണം. എങ്കിൽ മാത്രമേ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞ വിജ്ഞാനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അധ്യായം 194, ഒന്നാം സഫിന്റെ മഹത്വം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു, ഫർദ് നമസ്കാരങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ മഹത്വങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് അതിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ ഒന്നാം സഫിന്റെ മഹത്വം, അതിൽ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നാം സഫിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ അണിനിൽക്കും പോലെ, മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ അണിനിൽക്കും പോലെ നിങ്ങൾക്കും മണിയായി നിന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ എങ്ങനെയാണ് അണിയായി നിൽക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ വരി പൂർത്തീകരിച്ച ശേഷമേ അവർ അടുത്ത വരിയിൽ നിൽക്കുകയുള്ളൂ. അവർ പരസ്പരം ചേർന്ന് നിൽക്കുകയും ചെയ്യും. മുസ്ലിം 430 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാം വരിയിൽ നിൽക്കുന്നതിന്റെയും ബാങ്കിന്റെയും മഹത്വം ജനങ്ങൾ അറിയുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയല്ലാതെ അത് ലഭിക്കില്ലെന്ന് വന്നാൽ അതിനവർ നറുക്കെടുക്കുക തന്നെ ചെയ്യും. ബുഖാരി 216 മുസ്ലിം 437 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരുടെ വരികളിൽ ആദ്യത്തേതാണ് ഉത്തമം, അവസാനത്തേത് മോശമാണ്. സ്ത്രീകളുടെ വരികളിൽ അവസാനത്തേതാണ് ഉത്തമവും, ആദ്യത്തേത് മോശവുമാണ്. മുസ്ലിം 440 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നുവെന്നതിന് ഇത് തെളിവാകില്ല. സഹോദരങ്ങളെ, ഈ ഹദീസ് അങ്ങനെ ആരും വിചാരിക്കണ്ട. സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് വേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണത്. പുരുഷന്മാർ ഇമാമുമായി അടുക്കുന്നതിനനുസരിച്ച് ഫലം വർദ്ധിക്കുകയും അകലുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും. സ്ത്രീകൾ ആണുങ്ങളിൽ നിന്ന് അകലുന്നതിനനുസരിച്ചും പ്രതിഫലം വർദ്ധിക്കുകയും അടുക്കുന്നതിനനുസരിച്ച് പ്രതിഫലം കുറയുകയും ചെയ്യുന്നു എന്നർത്ഥം. വീടുകളിൽ കുടുംബ ജമാഅത്തിൽ ഇത് ശ്രദ്ധിക്കണം. വീടുകളിലൊക്കെ കുടുംബ ജമാഅത്തുകൾ നടക്കുമ്പോൾ, അതുപോലെ തന്നെ മഴയെ തേടുന്ന നമസ്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജമാഅത്തായിട്ടാണ് എന്തോ സംഭവിക്കാറ്. അപ്പോഴൊക്കെ സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ആണുങ്ങളുടെ സഫിൽ നിന്ന് ബേക്കോട്ട് പോകുന്നുവോ അത്രത്തോളം പ്രതിഫലം വർദ്ധിക്കുകയാണ്. ആർക്ക്? സ്ത്രീകൾക്ക്. അത്രത്തോളം ഇമാമിൻ്റെ അടുത്തേക്ക് ആണുങ്ങൾ എത്തുന്നുവോ അത്രത്തോളം പ്രതിഫലം വർദ്ധിക്കുകയാണ്. അത്രത്തോളം പ്രതിഫലം വർദ്ധിക്കുകയാണ് ആണുങ്ങൾക്കെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക. ഇമാമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമസ്കരിക്കാനുള്ള ആവേശം കാണിക്കുക. അപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ സഹാബികളിൽ ചിലർ സഫിൽ പിന്തി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് വരികയും എന്നോട് തുടരുകയും ചെയ്യുക. നിങ്ങളുടെ പിന്നിലുള്ളവർ നിങ്ങളോട് തുടരട്ടെ. സൽപ്രവർത്തനങ്ങളിൽ പിന്നോട്ട് വലിയുന്ന ചിലരുണ്ട്, അവരനുഗ്രഹത്തിലും അള്ളാഹു പിന്നിലാക്കി കളയുന്നതാണ്. മുസ്ലിം 438 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചുമലുകൾ തടവി നോക്കിയിട്ട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ശരിയായി നിൽക്കണം, ഭിന്നിക്കരുത്. അത് ബാഹ്യമായ അനൈക്യം കാരണം ബാഹ്യമായ അനൈക്യം
കാരണം മാനസികമായ അനൈക്യമുണ്ടായിത്തീരും. ബാഹ്യമായ അനൈക്യം കാരണം മാനസികമായ അനൈക്യമുണ്ടായിത്തീരും. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവർ മുന്നോട്ട് എന്നോടടുത്ത്, പിന്നെ അതിനോടടുത്തവർ എന്നീ ക്രമത്തിലാണ് നിൽക്കേണ്ടത്. മുസ്ലിം 432 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അണികൾ ശരിപ്പെടുത്തുക. വരികൾ ശരിപ്പെടുത്തൽ നിസ്കാരത്തിന്റെ പരിപൂർണതയുടെ ഭാഗമാണ്. അത് നിലനിർത്തുന്നതിന്റെ ഭാഗമാണെന്ന് സാരം. ബുഖാരി 2174 മുസ്ലിം 433 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അണികൾ ശരിപ്പെടുത്തൽ നിസ്കാരത്തിന്റെ പരിപൂർണതയുടെ ഭാഗമാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അണികൾ ശരിയാക്കണം, ചേർന്ന് നിൽക്കണം. നിങ്ങളെ ഞാൻ പിന്നിലൂടെയും കാണുന്നുണ്ട്. മറ്റൊരു നിവേദനത്തിൽ ഞങ്ങൾ തോക്കുകളും മടമ്പുകളും ചേർത്ത് നിന്നിരുന്നു എന്നുമുണ്ട്. ബുഖാരി. മറ്റൊരു നിവേദനത്തിൽ തോക്കുകളല്ല കേട്ടോ, ഞങ്ങൾ തോളുകളും മടമ്പുകളും ചേർത്ത് നിന്നിരുന്നു എന്നുമുണ്ട്. ബുഖാരി 2174 176 മുസ്ലിം 434 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ സഫുകൾ ശരിയാക്കി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ അല്ലാഹു വിരൂപമാക്കി കളയും. മുസ്ലിമിന്റെ മറ്റൊരു നിവേദനത്തിൽ, അമ്പുകൾ ശരിപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ സഫുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയിരുന്നു. ഇക്കാര്യം വേണ്ട വിധം ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വരുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലാൻ ഒരുങ്ങിയപ്പോൾ വരിയിൽ നെഞ്ചുന്തി നിൽക്കുന്ന ഒരാളെ കണ്ടു. ഉടനെ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അണി ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ അല്ലാഹു വികൃതമാക്കി കളയും. ബുഖാരി 2173 മുസ്ലിം 128 40 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വികൃതമാക്കും, വ്യത്യാസം വരുത്തും, എതിരാകും എന്നീ പ്രയോഗങ്ങളുടെ വിവക്ഷ എന്താണെന്നറിയുമോ? പിൻഭാഗം മുൻഭാഗമാക്കി സ്ഥാനമാറ്റം വരുത്തിയിട്ടോ മറ്റോ മൃഗരൂപം നൽകലോ വികൃത രൂപത്തിലാക്കലോ മാനസികമായ അനൈക്യമോ ആവാം. ബറാഅ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങളുടെ നെഞ്ചുകളും ചുമലുകളും തടവി ശരിയായി സഫിന്റെ ഇടയിലൂടെ ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റം വരെ നടന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ അണിതെറ്റി നിൽക്കരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്കിടയിൽ മാനസികമായ ഭിന്നതകൾ ഉണ്ടാകും. അല്ലാഹു ആദ്യമുള്ള സഫുകളിലാണ് അനുഗ്രഹം ചൊരിയുക. മലക്കുകൾ ആ സഫിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അബൂ ദാവൂദ് 664 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സഫുകൾ ശരിയാക്കുകയും ചുമലുകൾ നേരെയാക്കുകയും വിടവുകൾ അടക്കുകയും നിങ്ങളുടെ സഹോദരന്മാരുടെ കൈകൾക്ക് വഴങ്ങി കൊടുക്കുകയും ചെയ്യുക. പിശാചിന് നിങ്ങൾ വിടവുകൾ ഉണ്ടാക്കി കൊടുക്കരുത്. വരിയിൽ ചേർന്ന് നിൽക്കുന്നവൻ അല്ലാഹു അവന്റെ റഹ്മത്തിലേക്ക് ചേർക്കും. വരികൾ മുറിച്ചു ചേരാതെ നിൽക്കുന്നവൻ അല്ലാഹു റഹ്മത്തിനെ തൊട്ട് മുറിക്കുകയും ചെയ്യും. അബൂ ദാവൂദ് 666 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. സഫുകൾക്കിടയിൽ മർക്കട മുഷ്ടി ഉണ്ടാകരുത്. ഒതുങ്ങി നിൽക്കണം. വളരെ എളിമയോടുകൂടി നിൽക്കണം. ആവശ്യത്തിലധികം കാലുകൾ അകറ്റി വെക്കരുത്. വരികൾക്കിടയിൽ 3 മുഴത്തിലധികം അകലമുണ്ടാവാൻ പാടില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മടമ്പുകൾ ഒപ്പമാക്കിയാണ് അണിയൊപ്പിക്കേണ്ടത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും, വിശിഷ്യ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വിവരമില്ലാത്തതിൻ്റെ പേരിൽ പല ആളുകളും തങ്ങളുടെ തള്ളവിരൽ ഒപ്പമാക്കി വെക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതല്ല ചെയ്യേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? നമ്മുടെ മടമ്പുകാലാണ്, നമ്മുടെ മടമ്പാണ് ഒപ്പത്തിന് വെക്കേണ്ടത്. അതുകൊണ്ട് ബാക്കിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മടമ്പ് ശരിയാക്കി വെക്കണം. മടമ്പുകളിലൂടെ മാത്രമേ വരികൾ ശരിയായി ലഭിക്കുകയുള്ളൂ. ചില ആളുകളുടെ കാലുകൾ നീളം കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ ചില ആളുകളുടെ കാലുകൾ നീളം കുറവുമുണ്ടാകും. അതുകൊണ്ട് തന്നെ തള്ളവിരൽ വെച്ച് കഴിഞ്ഞാൽ അത് സഫിൽ നിന്നും മുന്നിലേക്കോ പിന്നിലേക്കോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ
മടമ്പാണ് നോക്കേണ്ടത്. മടമ്പിനെയാണ് നമ്മൾ ഒപ്പത്തിനൊപ്പം നിർത്തേണ്ടത്. എല്ലാ പള്ളികളിലും ഇന്ന് കാർപ്പറ്റുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളത്തിൽ നമ്മൾ നമ്മുടെ മടമ്പും കാലുമായിട്ട് നേരായ രീതിയിൽ, ശരിയായ രീതിയിൽ വെക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ സഫുകൾ ക്ലിയർ ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സഫുകളിൽ മർക്കടമുഷ്ടി കാണിക്കുന്നവരുണ്ട്. സഫുകളിൽ എപ്പോഴും എളിമയോടെ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അയച്ചിട്ട് കൊടുക്കണം. സഹോദരങ്ങളെ ചിന്തിക്കുക. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അണികൾ ചേർക്കുക, അണികളിൽ അടുത്തടുത്ത് നിന്ന് പിരടികൾ സമമാക്കുക. എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവൻ തന്നെ സത്യം. കറുത്ത ആട്ടിൻകുട്ടിയെപ്പോലെ സഫിന്റെ വിടവിലൂടെ പിശാചി കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അബൂ ദാവൂദ് 667 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യ നിര പൂർത്തിയാക്കിയ ശേഷം അടുത്ത നിര പൂർത്തിയാക്കണം. ന്യൂനതയുള്ളത് പിന്നിരയിലായിക്കൊള്ളട്ടെ, കുറവുള്ളത് പിന്നിരയിലായിക്കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അബൂ ദാവൂദ് 671 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അണികളിൽ വലതുവശത്തുള്ളവർക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിയുകയും മലക്കുകൾ പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അബൂ ദാവൂദ് 676 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബറാഅ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അവിടുത്തെ വലതുവശത്താവാൻ ഞങ്ങൾ താല്പര്യം കാണിച്ചിരുന്നു. കാരണം അവിടുന്ന് ആദ്യം മുഖം തിരിക്കുന്നത് ഞങ്ങൾക്ക് നേരെയാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നാഥാ, പുനരുദ്ധാന ദിവസം അടിമകളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. മുസ്ലിം 709 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇമാമിനെ മധ്യത്തിലാക്കുകയും വിടവുകൾ തീർത്തു നിൽക്കുകയും ചെയ്യുക. അബൂ ദാവൂദ് 681 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഫുകളൊക്കെ കറക്റ്റാക്കി നമസ്കരിക്കുക. സഫുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കറക്റ്റാക്കിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പരിപൂർണത ഉണ്ടാകുകയുള്ളൂ. സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, സഫുകളിൽ നിങ്ങൾ വലതുവശത്തെ മുന്തിക്കണം. വലതുവശത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുക എന്ന്. അതുകൊണ്ട് വലതുവശത്ത് അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. വലതുവശത്ത് നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ കൂടുതൽ പുണ്യം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സഫുകളിൽ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വളരെയേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. നമസ്കാരങ്ങളിലൊക്കെ, വിശിഷ്യ നമ്മുടെ നാടുകളിലൊക്കെ നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇമാമിനെ മധ്യത്തിൽ നിർത്തണം. ചില ആളുകളുണ്ട്, ഇമാമ് മധ്യത്തിൽ നിൽക്കുകയും ഇമാമ് നിന്നതിന് ശേഷം വലതുവശത്തേക്ക് മാത്രം പോകുകയും അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാത്രം ഇങ്ങനെ സഫ് നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകരുത്. ഇമാമിനെ മധ്യത്തിൽ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമ്മുടെ മധ്യത്തിൽ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇമാമ് നിൽക്കുന്നതിൻ്റെ തൊട്ട് വലതുവശത്ത് നമ്മൾ നമസ്കരിക്കുക. ഇനി മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് നിസ്കരിക്കുക. അങ്ങനെ രണ്ടാളും കൂടെ പിന്നെ ബാക്കിലേക്ക് ഇറങ്ങുക. അങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിക്കൊണ്ട് രണ്ടാളും കൂടെ ചേർന്ന് നിൽക്കുക. അതിനുശേഷം പിന്നീട് ഒരാൾ കടന്നു വരുമ്പോൾ അവൻ വലതുവശത്ത് നിൽക്കണം. പിന്നീട് അതിനുശേഷം മറ്റൊരാൾ കടന്നു വന്നാൽ അവൻ ഇടതുവശത്ത് നിൽക്കണം. അങ്ങനെ വലതും ഇടതുമായിക്കൊണ്ട് ഇമാമിനെ മധ്യത്തിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ജമാഅത്തായി നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമസ്കാരത്തിൻ്റെ ഫർദ് നമസ്കാരങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ച പോലെ, അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ തിരുദൂതർ നമ്മോട് അഭ്യർത്ഥിച്ച പോലെ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? നാം നമസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കണം. നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം.
നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയിലൊക്കെ, നമ്മുടെ സഹോദരങ്ങളിലൊക്കെ വിജ്ഞാനത്തിൻ്റെ കുറവ് വളരെയേറെയുണ്ട്. നമസ്കാരങ്ങളിൽ പോലും പലപ്പോഴും ചില ആളുകൾ ഇമാമിനെ പിന്തുടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുസ്ലിങ്ങളായിരിക്കുന്ന സഹോദരങ്ങൾ, നമ്മൾ മുഅ്മിനീങ്ങളായിരിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നമസ്കാരത്തിൽ ഒരാൾ തുടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ തുടർന്നത്? അദ്ദേഹം ഇമാമിൻ്റെ ഇടതുവശത്ത് പോയിട്ട് തുടരുന്നു. സഹോദരങ്ങളെ, അങ്ങനെയല്ല തുടരേണ്ടത്, ഇമാമിൻ്റെ വലതുവശത്താണ് തുടരേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വളരെയേറെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരിക്കാം, വളരെയേറെ ഭൗതിക വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം. പക്ഷേ നമസ്കാര കാര്യങ്ങളിലേക്ക് എടുത്തു നോക്കിയാൽ അവരുടെ വിവരത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലായി പോകും. ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വിവരത്തിൻ്റെ ആഴം. അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസമുണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റുകളും അവരുടെ കൈകളിലുണ്ട്. പക്ഷേ അവർക്കെല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം പഠിക്കാനുള്ള കഴിവും നൽകി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാനുള്ള വിവരമില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എന്ന് മാത്രം. പലപ്പോഴും അവർക്ക് വിവരമില്ലാതെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. എന്നാൽ സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിലാണ് സാഷ്ടാംഗം ചെയ്യുന്നത്, അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്, അള്ളാഹുവിനാണ് എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന തമ്പുരാന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുക, നമസ്കാരങ്ങളുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും പഠിക്കുക, നമസ്കാരങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ട് നമസ്കരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഖുശൂ ലഭിക്കുന്നതാണ്. ആ ഖുശൂവാണ് നമുക്ക് ആവശ്യം, ആ ഭയഭക്തിയാണ് നമുക്ക് ആവശ്യം. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക നമുക്കുണ്ട്. നമസ്കാരങ്ങളിലാകട്ടെ, അങ്ങനെ ഏത് കാര്യങ്ങളിലായാലും പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിയാത്തവരുണ്ടെങ്കിൽ യാതൊരു മടിയും വിചാരിക്കാതെ അതറിയുന്നവരോട് ചോദിച്ചു പഠിക്കണം. അറിയുന്നവരോട് നമസ്കാരങ്ങളുടെ കാര്യങ്ങളിൽ ചോദിച്ചു പഠിക്കണം. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എന്താണ് നമസ്കാരങ്ങളിൽ ചൊല്ലേണ്ടത് എന്നറിയാത്തവരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അവരറിയാത്തവർ അതിങ്ങനെ മോശം വിചാരിച്ചിട്ട് ചോദിക്കാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് തൻ്റെ പിതാക്കന്മാരും മാതാക്കന്മാരും അവരെ വേണ്ട രീതിയിൽ ദീൻ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഇന്ന് അവർക്ക് എല്ലാവിധ മേഖലകളിലും അവരിന്ന് വലിയവരാണ്. അവർക്കിന്ന് മറ്റുള്ളവരോട് ചോദിക്കാനൊരു മടിയുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, ഒരു മടിയും വിചാരിക്കേണ്ട. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ളതാണ്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെയല്ല നമുക്ക് ജീവിതം, നാളെ പരലോകത്താണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പരലോക ജീവിതത്തിലേക്കുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ആ ഇബാദത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ച് പഠിക്കണം. അറിയുന്നവരോട് ചോദിച്ച് പഠിച്ച് അറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുദൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച അതേപോലെ നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇഷ്ടദാസന്മാരാ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇഷ്ടം, മുഹബ്ബത്ത്, അവരുടെ മുഹബ്ബത്ത് നമ്മിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഉൾക്കൊള്ളുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് റവാത്തിബ് സുന്നത്തുകൾ മുതൽ സുബഹിയുടെ സുന്നത്ത്, അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പറയാനുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക, സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്.
ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത് ഇതുവരെ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും മറ്റുള്ളവരിലേക്കൊക്കെ ഈ ക്ലാസ്സിനെ എത്തിച്ചു കൊടുക്കുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ വിജ്ഞാന സാഗരം, ഈ വിജ്ഞാനത്തിൻ്റെ സാഗരത്തിൻ്റെ ഓരത്തോടുള്ള ഈ നടത്തം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെയും നമ്മൾ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്ന നല്ലവരായ സഹോദരങ്ങളാക്കിയിട്ട് മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.